നമസ്കാരം ഫ്രണ്ട്സ്. സ്റ്റാഫിംഗ് എന്ന അധ്യായം തുടരുകയാണ്. സ്റ്റാഫിംഗ് എന്ന അധ്യായത്തിൻ്റെ ആമുഖം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ്, അതിൻ്റെ ആവശ്യകത, എത്രത്തോളം തൊഴിലാളികളെ ആവശ്യമുണ്ട്, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം, അവരെന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, എത്രമാത്രം എക്സ്പീരിയൻസ് വേണം, അങ്ങനെ എത്ര പേരെ ആവശ്യമുണ്ട് എന്ന് തുടങ്ങി സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് നീഡ് തീരുമാനിക്കുന്നത് മുതൽക്ക് അങ്ങോട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രൊമോഷൻ തുടങ്ങിയ സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുണ്ട്. ഇതിനെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാവും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ MBA ഉണ്ട്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ വളരെ വിശദമായി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള, ഒരുപാട് വളർന്ന് വികസിച്ച വലിയൊരു ശാസ്ത്രശാഖ തന്നെയാണ് സ്റ്റാഫിംഗ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ അധ്യായത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇനി ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ദ മീനിങ് ഓഫ് സ്റ്റാഫിംഗ് അഥവാ ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന പദത്തിൻ്റെ അർത്ഥം, എന്താണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് മാനേജ്മെൻറ്റിൽ, ബിസിനസ് മാനേജ്മെൻറ്റിൽ അർത്ഥമാക്കുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. അപ്പം ഇനി അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജറിയൽ ഫങ്ഷൻ. വളരെ പ്രധാനപ്പെട്ട മാനേജറിയൽ ഫങ്ഷനാണ്. മാനേജറിയൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് ചെയ്യേണ്ടുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്ന്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആദ്യം നമ്മൾ പഠിച്ചത് പ്ലാനിംഗ് ആണ് ആദ്യം, പിന്നെ ഓർഗനൈസിങ്, അത് നമ്മൾ വേറെ വേറെ പഠിച്ചു. അതിലൊന്നാണ് സ്റ്റാഫിംഗ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു. It is concerned with obtaining, utilizing and maintaining a satisfactory and satisfied workforce. Utilizing and maintaining, ഉപയോഗപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക. ആരെ? A satisfactory and satisfied workforce. സംതൃപ്തമാകുന്നതും സംതൃപ്തിയുള്ളതുമായ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന് സംതൃപ്തി ഉണ്ടാകുന്ന, അതുപോലെ ആ സ്റ്റാഫിനും സംതൃപ്തി ഉണ്ടാകണം. ആ അർത്ഥത്തിലാണ് സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫൈഡ് എന്നത് പിന്നെ തൊഴിലാളിയുടെ പക്ഷത്ത് നിന്നിട്ട് സ്റ്റാഫിൻ്റെ പക്ഷത്തുള്ള പദമാണ്. അവർ സാറ്റിസ്ഫൈഡ് ആവണം. സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞത് ബിസിനസ് സ്ഥാപനത്തിന് ഉപയോഗപ്രദമായിട്ട് അവർക്ക് ആ സ്ഥാപനത്തിന് സംതൃപ്തി ഉണ്ടാകണം. അങ്ങനെ സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നിലനിർത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഫങ്ഷൻ ഇൻക്ലൂഡ്സ് മാൻ പവർ പ്ലാനിംഗ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ. ഇത്രയും കാര്യങ്ങൾ അതിലൂടെ ഉണ്ട്, സ്റ്റാഫിങ്ങിലൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് മാൻ പവർ പ്ലാനിങ്. എന്താ മാൻ പവർ പ്ലാനിങ്? ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫാണ് വേണ്ടത്, എന്തൊക്കെയായിരിക്കണം അവരുടെ സവിശേഷതകൾ, ആ സ്റ്റാഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, അവർക്ക് ഉള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം, അവരെത്ര സമയം ജോലി ചെയ്യേണ്ടതുണ്ട്, അവർക്ക് എന്തൊക്കെ സവിശേഷതകൾ, ക്വാളിറ്റികളാണ് വേണ്ടുന്നത് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നതിനെയാണ് പിന്നെ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്ത ജോബ് അനാലിസിസ്. എന്താ ജോബ് അനാലിസിസ്? ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ജോലികൾ എന്തൊക്കെയാണ്. ഒരു ടെക്സ്റ്റൈൽ ഷോറൂമാണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അവിടെ സെയിൽസ് പേഴ്സൺസ് വേണം, വിൽക്കാനുള്ള ആൾക്കാർ വേണം, തുണി എടുത്തു കൊടുക്കാൻ, ചോദിച്ചാൽ തുണി എടുത്തു കൊടുക്കാൻ, അതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, വില പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ വേണം. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞെടുക്കാൻ പറ്റിയ ആളുകൾ വേണം, സെയിൽസ് പേഴ്സൺ. ക്യാഷിൽ ആൾ വേണം, കൈകാര്യം ചെയ്യാൻ, ക്യാഷ് കൈകാര്യം, സെൻട്രി വേണം, കാവൽക്കാരൻ വേണം. അതുകൂടാതെ നല്ല സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ ഫ്ലോർ മാനേജർ ഉണ്ടാവും. ഒരു ഫ്ലോറിനകത്ത് വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു, സ്ഥാപനത്തിനും സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർക്കും സാറ്റിസ്ഫാക്ഷൻ ഉള്ള രീതിയിൽ തിരിച്ചു പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഫ്ലോർ മാനേജർ ഉണ്ടാവും. അവിടെ ക്ലീനിങ്ങിന് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവും. അവിടെ റിഫ്രഷ്മെൻറ്റിന് ഫുഡും മറ്റൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സ്റ്റാഫ് ഉണ്ടാവും. വലിയ സ്ഥാപനമാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അതുപോലെ പ്ലംബിംഗ് വർക്ക്, പ്ലംബിംഗ് തുടങ്ങിയ വെള്ളത്തിന് സപ്ലൈ, അതിനുള്ള ആൾക്കാരൊക്കെ, ജോലിക്കാരൊക്കെ വേണം എന്ന് തുടങ്ങി നിരവധി സ്റ്റാഫുകൾ അവിടെ ആവശ്യമുണ്ട്. അതിനെയാണ് പിന്നെ മാൻ പവർ പ്ലാനിങ്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ആളുകൾ വേണം തീരുമാനിച്ച്, അവിടെ ആവശ്യമുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് തീരുമാനിച്ച്, അത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. തൊഴിലാളികളെ കണ്ടെത്തുന്നത് എവിടെയാണ്, ഏതൊക്കെ തലത്തിൽ നിന്ന് കിട്ടുക എന്ന് തീരുമാനിക്കുകയും പരസ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. അതിന് വേറെ സൈഡിങ് ആയിട്ട് നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ സെലക്ഷൻ. അങ്ങനെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരസ്യമൊക്കെ കൊടുത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ വന്ന ആളുകൾ നിരവധി ഉണ്ടാവും. അന്ന് കുറച്ച് ആളുകളെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വേണ്ടു. അവരെ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. അത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ്.
സെലക്ട് ചെയ്ത് കഴിഞ്ഞ ആളുകളെ ജോലിക്ക് നിയമിക്കണം. നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, എന്നാലും നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞു സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഉപയോഗപ്രദമാകുന്ന, സ്ഥാപനത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത്. സാറ്റിസ്ഫൈഡ് ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളിക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം, അവർ സംതൃപ്തരാകണം. അവിടുന്ന് കിട്ടുന്ന സാലറിയിൽ, ആനുകൂല്യങ്ങളിൽ, മാനേജ്മെൻ്റ് പെരുമാറ്റത്തിൽ, ജോലി സമയത്തിൽ, അവിടുത്തെ എന്താ പറയുക തൊഴിൽ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും അവർ സാറ്റിസ്ഫൈഡ് ആവണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ് സ്റ്റാഫിംഗ്. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളും ആൻ ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഓൺലി വെൻ ഇറ്റ് ഹാസ് ദ റൈറ്റ് പേഴ്സൺസ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. ശരിയായ ആൾ ശരിയായ സ്ഥാനത്ത് ജോലി ചെയ്യുമ്പോഴാണ് ആ സ്ഥാപനത്തിന് അതിൻ്റെ ഉദ്ദേശ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്ലാനിങ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തൊഴിലാളി വേണം. അവർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം പോരാ. നേരത്തെ പറഞ്ഞ മാൻ പവറിന് ഡിസൈൻ ചെയ്തപ്പോൾ എന്തൊക്കെ മാൻ പവറാണ് ആവശ്യമുള്ളത് അതിന് പറ്റിയ ആൾക്കാരായിരിക്കണം. അത് അതുപോലെ സ്ഥാപനം സാറ്റിസ്ഫാക്ടറി ആവണം, സ്ഥാപനത്തിനും ഉപയോഗപ്രദം. അങ്ങനെ സ്ഥാപനത്തിനും തൊഴിലാളിക്കും ഉപകാരപ്രദവും സന്തോഷപ്രദവും ഒക്കെ ആകുന്ന തരത്തിൽ ഉള്ള ഒരു സ്റ്റാഫിംഗ് പ്രോസസ്, ഇതെല്ലാം ചേരുന്നതാണ് സ്റ്റാഫിംഗ്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്നുകൂടി വായിക്കാം. സ്റ്റാഫിംഗ് ഈസ് an important managerial function. Staffing concerned with obtaining, utilizing and maintaining a satisfactory and satisfied workforce. Staffing function includes manpower planning, job analysis, recruitment, selection, placement and training of the personnel. Personnel ആണ് തൊഴിലാളി, ഉദ്യോഗസ്ഥൻ. An organization can achieve its objectives only when it has the right persons in the right position. അപ്പോൾ ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക തന്നെ വേണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ സ്റ്റാഫിങ്ങിൻ്റെ പൊസിഷൻ എന്താണ്? ആദ്യം പ്ലാനിങ്, അത് കഴിഞ്ഞാൽ ഓർഗനൈസിങ് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്ത് മാനേജറിയൽ ഫംഗ്ഷനും ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മാനേജറിയൽ ഫംഗ്ഷൻ കൺട്രോളിങ്. അപ്പോൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മാനേജറിയൽ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ഇനി അതിൽ ദ 5 പ്രിൻസിപ്പൽ ഫങ്ഷൻസ്, അതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, പിന്നെ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത് നാലുമാണ് ഒരു പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് വളരെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അതിൽ പ്ലാനിങ് നമ്മൾ ആദ്യം പഠിച്ചു, ഓർഗനൈസിങ് പഠിച്ചു, ഇപ്പോൾ സ്റ്റാഫിംഗ് ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ കൺട്രോളിങ്ങും എന്താ പറയുന്നത് കൺട്രോളിങ് പഠിക്കാനുണ്ട്, പിന്നെ ഓർഗനൈസിങ് പഠിക്കാനുണ്ട്, കോർഡിനേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ കോർഡിനേറ്റിങ്ങും കൺട്രോളിങ്ങുമാണ് സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ് അക്കോർഡിംഗ് ടു ഫ്രഞ്ച് വെൻറ്റൽ, സ്റ്റാഫിംഗ് ഓർ human resource management is the recruitment, selection, development, utilization, compensation and motivation of human resource of organization. നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അതിലുള്ളത് എന്നും പഠിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെയാണ് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒക്കെ. ഈ ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ് പറഞ്ഞ അക്കോർഡിംഗ് ടു ഫ്രഞ്ച് വെൻറ്റൽ, ഒരാളുടെ പേര്, അദ്ദേഹം പറയുന്നത് സ്റ്റാഫിംഗ് ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ദ റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പരസ്യം കൊടുത്തിട്ട് ആളുകളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്ന ആദ്യത്തെ പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. അത് കഴിഞ്ഞാൽ അതിലത്തെ വേറെ ഒന്നാണ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെലക്ഷൻ എന്താണെന്ന് പറഞ്ഞു, തിരഞ്ഞെടുപ്പ്, റിട്ടൺ ടെസ്റ്റും മറ്റൊക്കെ നടത്തിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് സെലക്ഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് കോമ്പൻസേഷൻ പാക്കേജും ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്യാം. പിന്നെ യൂട്ടിലൈസേഷൻ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തൊഴിലാളിയെ പ്രയോജനപ്പെടുത്തുക, സ്ഥാപനത്തിന് പ്രയോജനപ്പെടുത്തുക. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണ് പദത്തിൻ്റെ അർത്ഥം. എന്നാൽ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ചും സ്റ്റാഫിങ്ങിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം, സന്ദർഭത്തിലെ അർത്ഥം അവരുടെ സാലറി എന്നാണ്. സാലറി മാത്രമല്ല, സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ, ESI കൊടുക്കുന്നുണ്ടെങ്കിൽ, ആശുപത്രി ചിലവ്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് യാത്രാപ്പടി കൊടുക്കുന്നുണ്ടെങ്കിൽ, താമസ ചെലവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണ ചെലവ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേരുന്നതാണ് കോമ്പൻസേഷൻ പാക്കേജ് എന്ന് പറയും. ആൻഡ് മോട്ടിവേഷൻ ഓഫ്
എന്താ മോട്ടിവേഷൻ? അവർ പെട്ടിട്ട് അവിടെ നിലനിൽക്കണ്ടേ? ആ സ്ഥാപനത്തിനോട് സ്നേഹം വേണം, കൂറ് വേണം, തൻ്റെ ജോലിയോട് ക്രിയാത്മകമായിട്ട് സംവദിക്കാൻ സാധിക്കണം. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു സ്റ്റാഫ് ചെയ്യണമെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണ് മോട്ടിവേഷൻ ആകുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് ഫീച്ചേഴ്സ്? സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റാഫിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. പലവട്ടം പറഞ്ഞു, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് ഫംഗ്ഷൻ. ആ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ നടത്തിയ റിക്രൂട്ട്മെൻറ്റ്, സ്ഥാപനം തുടങ്ങിയപ്പോൾ റിക്രൂട്ട്മെൻറ്റാണ്. ഓഫ് കോഴ്സ്. എന്നിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഒന്നുകിൽ അവർ റിട്ടയർ ആയി പോകും, അല്ലെങ്കിൽ അവർ വേറെ ജോലി കിട്ടിപ്പോകും, അല്ലെങ്കിൽ അസുഖമായിട്ട് നിർത്തും, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ സ്റ്റാഫിൻ്റെ ആവശ്യം വരും. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായാലും റിക്രൂട്ട്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി മിക്ക സ്ഥാപനവും. പിന്നെ അതുപോലെ സാങ്കേതികമായിട്ട് കമ്പനി മാറും, അല്ലെങ്കിൽ ലോകം മാറും. അപ്പോൾ പുതിയ സാങ്കേതിക വിജ്ഞാനമുള്ള പുതിയ സ്റ്റാഫ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് മാത്രം ഒരു അൺഎൻഡിങ് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് അതിലത്തെ എല്ലാ പ്രോസസ്സും അൺഎൻഡിങ് ആണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, അവിടുത്തെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട്. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ആളുകൾ വെച്ചിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും കുറഞ്ഞ ചിലവ്, ഏറ്റവും കുറച്ച് ആളുകൾ, എന്നാൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക്. അതിനെയാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഇത്രയും ചേരുന്നതാണ് സ്റ്റാഫിംഗ്. നൗ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്? കോമ്പീറ്റന്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഈസ് the most precious asset of an organization. Factors of production consist of land, labor, capital and organization. It has been estimated that labor cost in case of manufacturing concern amounts to 60% of the selling cost. It shows that the sources of the business depends to a greater extent on the right selection, training, development and appraisal of the staff. Staff ആണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഒരു ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, പ്രൊഡക്ഷന് പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, ബിസിനസ് ആണെങ്കിൽ, അവിടുത്തെ മാൻ പവറിന് വേണ്ടി ചിലവാക്കുന്നത് 60% ചിലവ്. എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 60% ലേബർ കോസ്റ്റാണ്. ബാക്കി 40% ബാക്കി എല്ലാ എക്സ്പെൻസും കൂടി. അപ്പം അത്രയും പ്രധാനമാണ് സ്റ്റാഫ് ഫോഴ്സ് എന്ന്. ഒരു നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ, നമ്മളൊരു ടെക്സ്റ്റൈൽസ് പോലത്തുള്ള സ്ഥാപനത്തിനല്ലേ, അവിടെയൊക്കെ വേറെ പലതുമായിരിക്കും പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓട്ട് കമ്പനി. ഓട്ട് കമ്പനിയിൽ അത് അവിടെ എത്തിയ കളിമണ്ണ് ഓടായിട്ട് പുറത്ത് വന്ന് ലോറിയിൽ കയറ്റുന്ന സമയം നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ജോലിക്കാരുടെ കോസ്റ്റാണ്. അത് വരുന്നു, അത് ഇറക്കുന്നു, പാകപ്പെടുത്തുന്നു, കുഴച്ച് പാകപ്പെടുത്തിയത് കൺവെയർ വഴി അത് മോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കുന്നു. മോൾഡ് ചെയ്ത് തുറന്ന് മോൾഡഡ് ആയിട്ടുള്ള സാധനം കൺവെയർ വഴി ചൂളയിൽ കത്തിച്ച് ചൂടാക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്നു. അത് അവിടെ ചൂളയിൽ ആവശ്യത്തിലുള്ള ചൂട് നിലനിർത്തുന്നു. അത് കഴിഞ്ഞാൽ അത് അവിടുന്ന് തിരിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു. സ്റ്റോക്ക് ചെയ്ത് തുറന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ലോറിയിൽ കയറുന്നു. തുടങ്ങി എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ആളുകളാണ്. അപ്പോൾ ഒരു ഓടിൻ്റെ വിലയുടെ 60% നമ്മൾ കൊടുക്കുന്ന വിലയല്ല, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവിൻ്റെ 60% അവിടുത്തെ തൊഴിലാളികളുടെ അധ്വാനം. അത്രയും പ്രധാനമാണ് സ്റ്റാഫ് ഉദ്ദേശിച്ചത്. ആൻഡ് നൗ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സും സ്ഥാപനത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട. കോമ്പീറ്റന്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് അസെറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അവർ കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. കോമ്പീറ്റൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്കില്ല് വേണം. ഓടുണ്ടാക്കാൻ അറിയണം, അത് കുഴയ്ക്കാൻ അറിയണം, അത് കൺവെയറിൽ പൊട്ടിപ്പോകാതെ നശിച്ചു പോകാതെ കയറ്റാൻ അറിയണം, ആവശ്യത്തിലുള്ള ചൂട് കൊടുക്കാൻ അറിയണം. ചൂട് കൂടിയാലും ഓട് കേടുവന്നു പോവും, ചൂട് കുറഞ്ഞാലും കേടുവന്നു പോവും. ഒരു നിശ്ചിത അളവിൽ ചൂട് കൊടുക്കാൻ പറ്റണം, അത് പൊട്ടാതെ അവിടുന്ന് ചൂളയിൽ നിന്ന് എടുക്കാൻ പറ്റണം എന്ന് തുടങ്ങി അവർ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. സമയത്തിന് ചെയ്യാൻ പറ്റണം, എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റണം. സോ കോമ്പീറ്റൻ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് വളരെ പ്രധാനപ്പെട്ട. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് ലേബർ കോസ്റ്റ്, നേരത്തെ പറഞ്ഞതാണ് ലേബർ കോസ്റ്റാണ്, ജോലിക്കാർക്കുള്ള ചിലവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ്. ആൻഡ് നൗ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫ്. It helps in obtaining competent personnel.
സ്ഥാപനത്തിന് അനുയോജ്യമായ ഒരു തൊഴിലാളിയെ കിട്ടുക എന്നത് സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമാണ്. എൻഷുർ മാക്സിമം പ്രൊഡക്ടിവിറ്റി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പരമാവധി സത്യസന്ധമായി, ന്യായയുക്തമായി, ഫലപ്രദമായി ചെയ്യണം തൊഴിൽ. അവർക്കെല്ലാം കഴിവുണ്ടായിട്ട് അവർ വെറുതെ ഇരുന്നാലോ, തലയും ചൊറിഞ്ഞ് കഥയും പറഞ്ഞ് പ്രവർത്തിക്കാതിരുന്നാലോ, നന്നായി ജോലി ചെയ്യാതിരുന്നാലോ അവിടുത്തെ സാധനങ്ങൾ വേസ്റ്റായി പോകും. അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കണം. അപ്പോൾ വേസ്റ്റ് ആവാതെ, സമയം വേസ്റ്റ് ആവാതെ, അവിടുത്തെ ഉൽപ്പന്നം വേസ്റ്റായി പോവാതെ വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവറും സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമാണ്. എത്തിക്കഴിഞ്ഞ സ്റ്റാഫ് നന്നായി പ്രൊഡക്ടിവിറ്റിയോടുകൂടി ചെയ്യുകയും അവർ പരമാവധി പ്രയോജനകരമായിട്ട്, സ്ഥാപനത്തിന് പ്രയോജനകരമായിട്ട് ചെയ്യും. ആൻഡ് ഇംപ്രൂവ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറേൽ ഓഫ് എംപ്ലോയീസ്. അവരുടെ പെരുമാറ്റവും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ ഫലപ്രദമാവണം. അവർ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ മൊറയിലും സ്റ്റാഫിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. കീ ടു ഇഫക്റ്റീവ്നെസ് ഓഫ് അതർ ഫങ്ഷൻ. സ്ഥാപനത്തിനകത്തുള്ള മറ്റെല്ലാ ജോലികളെയും നിയന്ത്രിക്കുന്നത്, മറ്റെല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ സ്റ്റാഫ് തന്നെയാണ്. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് സ്റ്റാഫിങ്ങിൽ ഉണ്ട് എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് തുടരുകയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് ക്യാൻ ബി ഹൈലൈറ്റഡ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്. ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് കോമ്പീറ്റൻറ്റ് പേഴ്സൺ. നേരത്തെ പറഞ്ഞതാണ്. എൻഷുർ മാക്സിമം പ്രൊഡക്ടിവിറ്റി, അതും നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്ങിൽ മൂന്നാമത്തത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. 4, ഇംപ്രൂവ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. 5, കീ ടു ഇഫക്റ്റീവ്നെസ് ഓഫ് ഫങ്ഷൻസ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ആൻഡ് നൗ ഇറ്റ് ഈസ് സ്റ്റാഫിംഗ് ആസ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്റ്റാഫിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. സ്റ്റാഫിംഗ് ഈസ് എ ഫങ്ഷൻ വിച്ച് ഓൾ മാനേജേഴ്സ് നീഡ് ടു പെർഫോം. It is the job of managers to fill positions in their organization and to make sure that right persons are appointed on the right job. In small organizations, managers may perform all duties related to employees' salaries, welfare, and working conditions. But in big organizations, due to large number of employees, a separate department called the Management Resource Department, Human Resource Management Department, is formed to manage the human resources. Staffing as a part of human resource management. സ്ഥാപനത്തിനകത്ത് ഒരു ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ മാനേജർ ചെയ്തോളും ഈ സ്റ്റാഫിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും. വലിയ സ്ഥാപനത്തിനകത്ത് മാനേജർക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അത് മാത്രം നോക്കാൻ, സ്റ്റാഫിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാവും. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഉണ്ടാവും. അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി കുറേ തൊഴിലാളികൾ. എന്തിന്? സ്റ്റാഫിങ്ങിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് മാത്രം ഒരു മാനേജർ, അതിന് മാത്രം കുറേ സ്റ്റാഫ് വേറെ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, ആ സെക്ഷനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാഫിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലാണ്.